എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമോ? ഇപ്പം നിൽക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? നമുക്ക് ചോദിച്ച് പഠിക്കുക. അതാണ് കറക്റ്റ് നമ്മൾ പഠിച്ചിരിക്കും. ഇവിടെ വേണമെന്നിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരൊറ്റ കാര്യം, നമുക്ക് ക്ഷമ മാത്രം മതി. പക്ഷെ വേറൊരു കാര്യം, ചില ചാനലുകളിലൊക്കെ നടക്കണ എൻ്റെ അമ്മ അസഭ്യം പറച്ചിലും ചീത്തവിളി, എൻ്റെ പൊന്നി എന്തോന്ന്, ഒരു രക്ഷയില്ല. ഒന്നിനെയും പിടിച്ചാൽ കിട്ടൂല. അയക്കണ മെസ്സേജൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നി. ഇത് എവിടെയുള്ള ഡ്യൂട്ടിയിലാണ് ഇത്? നമ്മൾ ക്രഷറിനകത്ത് സീനിയാരിറ്റി ലോഡ് പിടിക്കാൻ വേണ്ടി വണ്ടി ഇട്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേ ഈ ക്രഷറിൻ്റെ കോറിക്കകത്ത് പാറ പൊട്ടിക്കണതും ബ്രാക്കിങ് എന്ന് പറഞ്ഞാൽ വലിയ പാറ പൊട്ടിച്ചതിന് ശേഷം അതിനെ പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കും. അതിനെ ബ്രാക്ക് ചെയ്യും വലിയ ഹിറ്റാച്ചിയൊക്കെ വെച്ചിട്ട്. ആ സൗണ്ടാണ് കേൾക്കുന്നത്. നമുക്ക് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ സീനിയാരിറ്റി ആയി ലോഡ് കിട്ടുള്ളൂ, എന്നാലേ അത് പിടിച്ച് വെളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഹായ് ബിജു. ഹായ്. പ്രഷർ മൈനിങ്. എന്നാലും നമ്മളെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. കാര്യം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് അവസാനം. ഇറാനും ഇസ്രയേലും യുദ്ധത്തിന് അവസാനമായി ട്രംപിന്റെ നേതൃത്വത്തിൽ മിസൈലുകൾ അപ്പം ഗൾഫില് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചെന്നും പറഞ്ഞാണ് മെസ്സേജ് വന്നത് കേട്ടോ. എന്തായാലും നല്ലൊരു കാര്യമായി. ഗൾഫിലൊക്കെ ഉള്ളവർക്കൊരു ആശ്വാസമാവും തൽക്കാലം. യുദ്ധം ഏതുവരെ പോകും, എങ്ങനെ പോകുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും അതൊരു സ്റ്റോപ്പായി. അപ്പം എന്തായാലും ട്രംപ് മധ്യസ്ഥ നിന്നാണ് ഇത് യുദ്ധം അവസാനിപ്പിച്ചെന്ന് ഇനിയിപ്പോൾ പറയുമല്ലേ. അപ്പോൾ മിക്കവാറും അടുത്ത നൊബേൽ സമ്മാനത്തിനുള്ള പരിപാടിയാണ് പുള്ളിക്കാരൻ. ഇപ്പം ട്രംപിന് തന്നെ അടുത്ത നൊബേൽ സമ്മാനം. ഇപ്പം എല്ലാവരും പോയോ? നാല് ലൈക്ക് കിട്ടി. ആരുമില്ല. 1:15 എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട്. ഹായ്, ഒരാൾ വന്നിട്ടുണ്ട്. ആളും പോയി.